ഹായ് ഹലോ വെൽക്കം ടു മല്ലൂസ്ഫിയർ. തുടങ്ങി. അപ്പോൾ ഒരു സുഹൃത്ത് വിളിച്ചിരിക്കുകയാണ് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പം ബുള്ളറ്റിനെ കുറിച്ച് അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന നമ്മൾ എല്ലാം കൂടെ ചേർന്ന്, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ, ഓട്ടോമൊബൈൽ എഞ്ചിനീയർ, ഒരു ബന്ധമില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി അഴിക്കാൻ പോവുകയാണ്. വണ്ടി ഒന്ന് ശരിയാക്കട്ടെ. നല്ല അറപ്പ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ട് കൈ കൊടുക്കാൻ നേരത്ത് വണ്ടി ഓഫാകും. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇപ്പം എഞ്ചിൻ അഴിച്ച് വരുത്തിയെടുക്കുന്നതായിരിക്കും. ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ് തുടങ്ങുന്നത്. ടൂൾ ആവശ്യമുള്ള ടൂളുണ്ട്, അതങ്ങോട്ട് തുറന്നേ ഞെട്ടുന്നേ. കാർബറേറ്റർ, അതായത് വണ്ടിയുടെ ഹൃദയം നമ്മൾ അഴിച്ചെടുത്തിരിക്കുകയാണ്. ഹൃദയമാണ്. ഇനി നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അറിയാലോ അല്ലേ, ഇതല്ല ഓട്ടോമൊബൈൽ എഞ്ചിനീയർ. ഫ്ലോട്ടിംഗ് ചേമ്പറിലെല്ലാം ബാക്കിയുള്ള സ്ക്രൂ എല്ലാം കൂടെ ഇട്ടു. നമ്മൾ അന്ന് സാറ് അഭിനന്ദിച്ചു. നമുക്ക് സീനിയറായിട്ട് യവന്മാരൊക്കെ പഠിച്ചിരുന്നു. നമുക്ക് സീനിയറായിട്ട് പഠിച്ച ആൾക്കാരൊക്കെ നമുക്ക് പല സാധനങ്ങളും ഇതിൽ കാണൂല. ഈ ബാക്കി യവന്മാരെടുത്ത് കാട്ടിലോട്ട് കാണും. നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഫ്ലോട്ടിംഗ് ചേമ്പറിൽ ഇട്ടിട്ട്. കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. കാർബറേറ്ററിൻ്റെ അടിഭാഗമാണ് നമ്മൾ ആദ്യം തുറക്കുന്നത്. ഈ ഭാഗത്താണ് ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് ഇത് അഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് നോക്കാം. കാർബറേറ്റർ വളരെ പണിപ്പെട്ട് ക്ലീൻ ചെയ്തു. ഇതിൻ്റെ ബോൾട്ടെല്ലാം പോയിരിക്കുക. ഞാനും മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ഞാനും ഓട്ടോമൊബൈൽ എഞ്ചിനീയറായ അനൂപും കൂടെ ചേർന്ന് ഇത് ക്ലീൻ ചെയ്തു. പുറമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടാങ്ക് കഴിക്കാനുള്ള പരിപാടിയാണ്. അത് ഹാൻഡിലില്ല. ഓഹോ, അഴിച്ചാക്കോല് പറഞ്ഞൂടല്ലേ ഇതെന്തുവാണെന്ന്. ഓക്കെ ഗൈസ്, ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമുക്കിവിടെ നിന്ന് ഓടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വഴിയൊക്കെ ബ്ലോക്ക് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. വണ്ടിയുടെ കീവും എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ല, എനിക്ക് ഇറങ്ങി ഓടായിരുന്നു. ചിലപ്പോൾ പഴയ വണ്ടിയാണ്. പുതിയ വണ്ടിയായിരുന്നു ഞാൻ തകർത്തവരെ. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് നമുക്ക് ചെയ്തുള്ള പരിചയം. ഇതൊരു കുപ്പി എടുക്കാനില്ല, ഇതിന് എടുക്കാനല്ല. അങ്ങനെ നമ്മൾ പെട്രോളിൽ നിന്നും വെള്ളം വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയിലായിട്ട് കടന്നിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ വെള്ളവും തുരുമ്പും എല്ലാം ഉണ്ട്, ഒന്നും വിട്ടിട്ടില്ല. ടാങ്ക് ഊരിയിട്ടുണ്ട് വിജയകരമായി. മരുത്താമലയും കൊണ്ട് ഹനുമാൻ പോകുന്ന കണക്ക് പോകുന്നതാണ്. യെസ്, സീറ്റ് അഴിക്കാൻ ഒരു രക്ഷയില്ല. സീറ്റ് അഴിക്കാൻ 1, 2, 3, 4 നട്ടാണ് സീറ്റ് അഴിക്കാൻ ബുള്ളറ്റിനകത്ത് വെച്ചേക്കുന്നത്. എന്നാൽ ഇത്രയും തുരുമ്പാ? ഫുള്ള് തുരുമ്പടാ. അരിച്ചൊഴിക്കാമെങ്കിൽ ഫുള്ള് തുരുമ്പാണ് ഗൈസ്. ഇതിൽ നോക്കിയാണോ, ഇതിൽ മൊത്തമായി ഈ തുരുമ്പാണ്. ഈ സൈഡിൽ മൊത്തം പറ്റിയിരിക്കുന്നത്, ഫുള്ള് തുരുമ്പായിരുന്നു. വെള്ളം കൂടെ കാണിച്ചു. ഇത് പെട്രോൾ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ അടിയിലത് കിടക്കുന്നതാണോ? അത് അടിപൊളി. ഇതിൻ്റെ കാർബറേറ്റർ അടിച്ച് പോയില്ലെങ്കിലേ ഉള്ളായിരുന്നു അത്ഭുതം. മിക്കവാറും ഈ വീഡിയോ കണ്ടിട്ട് താഴെ നിങ്ങളെ പഠിപ്പിച്ച സാറന്മാരൊക്കെ കമൻ്റ് ഇടും, ഇത്രയും കഴിവുള്ളവരാണെന്ന് അറിഞ്ഞില്ലെന്ന്. ഇത് ഊരി വരുന്നില്ലേ? ഇത് നമ്മളെ റിസർവിൻ്റെ പൈപ്പാണ്. ഇത് നമ്മളെ മെയിൻ്റെ പൈപ്പ്. ഈ ലെവൽ മെയിൻ്റെ ലെവലിൽ പെട്രോൾ ഉണ്ടെങ്കിൽ വഴി ഫിൽറ്റർ വഴി ഇറങ്ങും.
ഇറങ്ങി വരും. അപ്പോഴീ ഇതിൽ താന്നു കഴിഞ്ഞാൽ മെയിനിൽ വണ്ടി ഓടത്തില്ല. ഇപ്പോൾ റിസർവായി. അപ്പോൾ നമ്മൾ ഇത് പിടിച്ചിട്ട് റിസർവ് ആക്കിയിട്ട് അപ്പോൾ ഇതിൽ കൂടെ ഇറങ്ങും. അവസാനത്ത് ഉള്ളി വരെ ഇറങ്ങും. തീങ്ങല്ല. ഇത്ര നേരം ക്ലാസ് എടുത്തുന്നത് അനൂപിയെ ലോക്കോ പൈലറ്റാണ്. കാണുന്ന നടക്കൊന്നുമില്ല. മാരകമാണ്. മലബാർ എക്സ്പ്രസ് ബാക്കി ഇരുന്ന് കത്തിച്ച ആളാണ്. അങ്ങനെ നമ്മുടെ തുരുമ്പെല്ലാം തുടച്ച് ടാങ്കും തുടച്ച് വൃത്തിയാക്കി. ആ തുരുമ്പ് ഉള്ളിലോട്ടൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഒരു മഴ പെയ്ത് പണി ക്യാൻസലായി. പക്ഷെ അതിനിടയ്ക്ക് കാർബറേറ്റർ ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഴ മാറി അങ്ങനെ വീണ്ടും കാർബറേറ്റർ വീണ്ടും തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആക്സിലേറ്റർ കൂടെ കൊടുക്കണം. അതിനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അരിക്കാൻ വേണ്ടി നമ്മൾ എടുത്തത് പേപ്പറല്ല, ഒരു തുണി ടൈപ്പ് കവറാണ്. അപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു കവർ നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ച് അരിച്ചെടുക്കുക. ഫുള്ള് തുരുമ്പായിരുന്നു ഇത്. അതിൽ നിന്ന് തന്നെ അരിച്ചു വരട്ടെ. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റൈസായിട്ട് നിൽക്കും. പക്ഷെ നമ്മൾ പിന്നീട് കൈ കൊടുക്കാൻ ആക്സിലേറ്റർ കൊടുക്കാൻ നേരത്ത് സംഭവം ഓഫ് ചെയ്യും. ഓഫ് ആവും. ഓഫ് ആവും. നമ്മൾ ടാങ്കിൻ്റെ ഇവിടെ തുറന്നു നോക്കിയപ്പോൾ തന്നെ നല്ല തുരുമ്പിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ കാർബറേറ്റർ ഒഴിച്ച് ടാങ്ക് ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. ഒരാളെ സ്റ്റാർട്ടായി കൈ കൊടുത്ത് നോക്കിയേ. കുഴപ്പമൊന്നുമില്ല. അതല്ല വണ്ടി സ്റ്റാർട്ടായി. സക്സസ്. അതെന്തിനാ ഓടിച്ചു നോക്കുന്നറിയോ? അല്ല ഒരു വീഴോന്നറിയോ? അതെ എന്തായാലും നമ്മുടെ ആദ്യത്തെ ദൗത്യം കാണാനില്ലല്ലോ. അതേ വരും. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടൊരു ബൈക്ക് പണിഞ്ഞ് ശരിയാക്കി ഗൈസ്. സ്റ്റാൻഡേർഡിന് വല്ല വർക്കുകളുണ്ടെങ്കിൽ സമീപിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പണിഞ്ഞ വണ്ടി റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി കംപ്ലൈൻ്റ് എല്ലാം മാറിയിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസപൂർവ്വം അർപ്പിച്ച അരൂപിനും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ പണികളുണ്ടെങ്കിൽ തീർക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചാൽ മതി. മല്ലൂസ്.